കിടിലം. സെറ്റ് പൊളി. മസ്റ്റ് വാച്ച് കിടിലം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഫസ്റ്റ് പാട്ടിനേക്കാൾ കൂടുതൽ സെക്കൻഡ് പാട്ടല്ല ഏറ്റവും അടിപൊളിയായിരുന്നു. പടത്തിന്റെ മേക്കിംഗ് ആണെങ്കിലും ഭയങ്കര അടിപൊളിയായിരുന്നു. നല്ലതായിട്ട് ഞെട്ടിയായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. നല്ല ടിക്കറ്റിലുമില്ലേ പൊളിയായിരുന്നു. ലാലേട്ടനും പൃഥ്വിരാജും ഒക്കെ അടിപൊളിയായിരുന്നു. ഓരോ ഫ്രെയിമിലും അതിന്റെ ക്വാളിറ്റി എടുത്ത് കാണാനുണ്ട്. ദിസ് ഇസ് ആസ് പൃഥ്വിരാജ് കണ്ടന്റ് ഡ്രിവൻ ആയിട്ടുള്ള ഒരു പടം, വളരെ കണ്ടന്റ് ഡ്രിവൻ ആയിട്ടുള്ള പടം. മലയാളത്തിന്റെ പീക്ക് സിനിമ. ഫ്രെയിംസിന്റെ ക്വാളിറ്റി പറയാതിരിക്കാനേ പറ്റില്ല. ആൻഡ് മോഹൻലാലിനെ കാണിക്കുന്ന എല്ലാ ഫ്രെയിമിലും ആ കണ്ണിലെ അത്യാവശ്യം വേറെ ലെവൽ മാൻ, വേറെ ലെവൽ, നെക്സ്റ്റ് ലെവൽ. എന്താണ് ഇഷ്ടപ്പെട്ടെന്താ പടത്തിൽ പറയാൻ? മാരകം, ഒന്നും പറയാനില്ല. മലയാളത്തിൽ ഇന്നിങ്ങനൊന്നുമില്ല. പൃഥ്വിരാജ് ശരിക്കും മരണമാസം പുള്ളിക്ക് ധൈര്യം ശരിക്കും പറയാനില്ല. എന്താ ക്യാൻസൽ ഇടാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് പുള്ളി അത് തന്നെ ഇട്ടു. ഒന്നും പറയാനില്ല. ലാലേട്ടൻ as usual തീ പൊളി മാസം. ഡയറക്ഷൻ തന്നെ അടിപൊളി, സൂപ്പർ. ചേട്ടാ എങ്ങനെയുണ്ട് മേക്കിംഗ് ഒക്കെ? മേക്കിംഗ് ഒരു രക്ഷയില്ല, ഹോളിവുഡ് സ്റ്റൈൽ ബ്രോ. സൂപ്പർ ആവറേജ് നല്ലൊരു പൃഥ്വിരാജിന്റെ ആശയം ഭയങ്കര നല്ലതാണ്. പക്ഷെ പടം കൂടുതലായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു ആവറേജ് ആയിട്ട് എനിക്ക് തോന്നുന്നു. എൻട്രിക്ക് വേണ്ടിയുള്ള ഒരു ഇൻട്രോ മാത്രമായിട്ടാണ് തോന്നുന്നത്. അല്ലാതെ ഒരു ലൂസിഫറിനെ എത്ര വെച്ച് നോക്കുകയാണെങ്കിൽ അത്രയ്ക്കൊന്നും എനിക്കങ്ങനെ ഹൈ മൗണ്ട് ഒന്നും വന്നിട്ടില്ല. ഒരു എൻട്രിക്ക് വേണ്ടിയുള്ള ഒരു ഇൻട്രോ മാത്രമായിട്ട് തോന്നിയിട്ടില്ല. പിന്നെ അതിന്റെ ആശയം ഭയങ്കരമായിട്ട് റെസ്പെക്ട് ആയി. ഒരു പൃഥ്വിരാജ് മനുഷ്യരോട് ഭയങ്കര റെസ്പെക്ട് തോന്നി ആ പടം ഫുള്ള് കണ്ടു കഴിഞ്ഞപ്പോൾ. ഡയറക്ഷൻ പിന്നെ മോഹൻലാൽ പിന്നെ പൃഥ്വിരാജിന്റെ രണ്ടോടുള്ള പരിപാടികളൊക്കെ അടിപൊളിയാണ്. നമ്മള് മലയാളികളെ കണ്ടിട്ടില്ലാത്ത സാധനങ്ങളൊക്കെ ഉണ്ട്. ഒരു രക്ഷയില്ല. സെക്കൻഡ് ഹാഫ് കുറച്ചും കൂടി സൂപ്പർ ആയിരുന്നു. ആ പാട്ടും ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന ഫൈറ്റ് എങ്ങനെ ഉണ്ട്? ഈസി, അടിപൊളി, ഒരു രക്ഷയില്ല. പടം കിടില, സൂപ്പർ. അതിലെ പ്രൊഡക്ഷൻ ക്വാളിറ്റി കിടില. പിന്നെ ലാലേട്ടൻ വേറെ ലെവലായിരുന്നു. മലയാള സിനിമയിൽ മലയാള ഇൻഡസ്ട്രിയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു സിനിമ വന്നതിൽ വളരെ സന്തോഷം. സൂപ്പർ പടമായിരുന്നു. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ലൂസിഫർ ഫസ്റ്റിനേക്കാളും ഇത് കൂടുതൽ ഇഷ്ടപ്പെട്ടു. ഇഷ്ട പോലെ തന്നെ ഉണ്ടായിരുന്നു. അതിനേക്കാളും നല്ലതായിരുന്നു. നല്ല ഒരു പൊളിറ്റിക്കൽ നല്ലൊരു പടമാണ്. നല്ല മേക്കിംഗ് ആണ്. ഇന്ത്യയിലുള്ള പൊളിറ്റിക്കലുള്ള ഇത് വേറെ രീതിയിൽ പറഞ്ഞൊക്കെയാണ്. പക്ഷെ അത് നല്ല മേക്കിങ്ങിൽ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് പറയും. അതിൽ പൊളിറ്റിക്സ് ഉള്ളായിരുന്നു. പിന്നെ സ്റ്റോറീസ് നോക്കുകയാണെങ്കിൽ ലൂസിഫറാണ് കുറച്ചും മേക്കിംഗ് വെച്ചത് ഒരു രക്ഷയില്ല. ഒരു മലയാള സിനിമ എന്ന് പറയൂല എത്ര കിട്ടില്ല. എങ്ങനെയുണ്ട് ലാലേട്ടന്റെ സ്ക്രീൻ പ്രസൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഫുള്ള് 42 മിനിറ്റ് എന്തോ ഉള്ളതേ പറയുള്ളൂ. പക്ഷെ നമുക്ക് ഫുൾ ടൈം ഇറങ്ങി നിൽക്കുകയാണ്. നല്ല ആക്ഷനുണ്ട്, നല്ല ലാലേട്ടൻ സൂപ്പർ.